لله رب العالمين الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وجعلنا من الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. آمين يا رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പടച്ചതമ്പുരാൻ നമ്മളെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും ഈ പരിപാടി കൊണ്ട് എന്താണോ നമ്മൾ കൂടുതൽ നമ്മുടെ ലക്ഷ്യമായി നിശ്ചയിച്ചിട്ടുള്ളത് അത് നേടിയെടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഈ ഒരു പരിപാടിയില് അതിന്റെ ഒരു മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഇന്ന് നമ്മളിവിടെ റിലീസ് ചെയ്യുന്ന, നേരത്തെ തന്നെ മലയാളികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ തർബിയത്ത് കൈപ്പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് വേർഷനാണ്. തർബിയത്ത് എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഷാലോ ആൻഡ് നാരോ വേർഷനുകളിൽ നിന്ന് ഇസ്ലാം തർബിയത്ത് എന്ന് പറയുമ്പോൾ, തർബിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന് അർത്ഥം നമ്മൾ സാധാരണ സംസ്കരണം എന്നൊക്കെയാണ് പറയാറ്. ശരിക്കും റബ്ബ യുറബി എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നുകൂടിയാണ്. അപ്പൊ തർബിയത്ത്, എങ്ങനെയാണ് നമ്മൾ വളരുക, എങ്ങനെയാണ് നമ്മൾ കൂടുതൽ മെച്ചപ്പെടുക, എങ്ങനെയാണ് നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മീയ യാത്ര കൊണ്ടും ഒക്കെ പടച്ചവനിലേക്ക് കൂടുതൽ എങ്ങനെയാണ് നടന്നു ചെല്ലുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആലോചനയാണ് ശരിക്കും ഈ പുസ്തകത്തിലുള്ളത്. ഒരുപക്ഷെ ജമാഅത്ത് ഇസ്ലാമി കേരള ഇറക്കിയിട്ടുള്ള അതിന്റെ ഒരു മൗലിക കൃതികളിൽ, അതായത് വിവർത്തനമല്ലാത്ത വേറെ സ്വയം നിലക്ക് അത് തെരഞ്ഞെടുത്ത് തയ്യാറാക്കി കമ്പയർ ചെയ്തൊരു പുസ്തകം അങ്ങനെ പറയാൻ പറ്റിയാല് അതിലേറ്റവും മുൻനിരയിൽ വെക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഈ തർബിയത്ത് കൈ പുസ്തകം എന്ന് പറയുന്നത്. കാരണം അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഇതിലുള്ളത്. അതിന്റെ ചില വിശദാംശങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു സ്വാഗത പ്രസംഗകൻ ആമുഖത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വസ്തുക്കളെ കുറിച്ച് സത്യം ചെയ്ത് പറയപ്പെട്ടത് മനുഷ്യന്റെ ഈ തർബിയത്തി എലമെന്റുമായി ബന്ധപ്പെട്ടൊരു ഭാഗത്താണ്. ഇപ്പൊ വശംസി, ഷംസ് കൊണ്ട്, വലുഹാഹ, അതിന്റെ ലുഹ കൊണ്ട്, വൽഖമരി ഇദാ തലാഹ, ഖമർ കൊണ്ട്, പിന്നെ വന്നഹാരി ഇദാ ജല്ല, വല്ലൈലി ഇദാ യഗ്ഷാഹ, വസ്സമാഇ വമാ ബനാഹ, വൽ അർളി വമാ ത്വഹാഹ, വനഫ്സിൻ വമാ സവ്വാഹ. അതായത് ഏകദേശം 11 വസ്തുക്കളാണ്, 11 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് പറയുന്നത്. ന്റെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തതയും അവന്റെ ഒരു വ്യതിരിക്തതയും അവന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറയുന്നത് അവനിങ്ങനെ അവനെ തന്നെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന, അവനെ തന്നെ വളരെ ഉഷാറാക്കാൻ പറ്റുന്ന ഒരു ജീവിയാണെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മറ്റ് ജീവികൾക്ക് അതില്ല. ഇപ്പൊ ഒരു മൃഗത്തെ കുറിച്ച്, ഫോർ എക്സാമ്പിൾ, നമുക്ക് ആ മൃഗം നല്ല തക്കുവയുള്ള മൃഗം എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇന്നലെ വരെ ഉഷാറായിരുന്നു, ഇന്നലെ വരെ വളരെ മോശമായിരുന്നു, ഇന്ന് മുതൽ നല്ല നല്ല തക്കുവയുള്ള ജീവിതം നയിക്കാൻ തുടങ്ങിയ മൃഗം എന്ന് പറയാൻ പറ്റൂല. ഇണക്കവും അതുപോലെ തന്നെ നമ്മൾ ടൈം ചെയ്ത് അതിനെ മെരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് അവൻ കയറുകയും ഇറങ്ങുകയും ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്നത് അവന്റെ മാനസിക നിലവാരത്തിൽ. ഇത് മലക്കിനും സാധ്യമല്ല. കാരണം മലക്കും ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ എന്ന് പറയുന്ന ഒരേ ഒരു സ്റ്റേറ്റിക് എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലുള്ള
ജിബ്രീൽ അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മോശമാവുകയോ വേറൊരു ഘട്ടത്തിൽ താഴ്ന്നു പോവുകയോ ചെയ്യുന്നില്ല. കാരണം അത് അവരുടെ പ്രകൃതം അതാണ്. ലാ യസൂൻ അല്ലാഹ മാ അമറഹും. അള്ളാഹു അവർക്ക് പ്രോഗ്രാം ചെയ്തു വെച്ചതിൽ നിന്ന് അവർക്ക് അത് ധിക്കരിക്കാൻ പറ്റില്ല. വയഫ് അലൂന മാ യുഅ്മറൂൻ, എന്തെന്നാണോ അവര് കൽപ്പിക്കപ്പെടുന്നത്, ഓക്കെ, ദേ ആർ അഡ്ഹറന്റ് ആൻഡ് ഒബീഡിയന്റ്. അവര് അതിനോട് ചേർന്നും അത് അനുസരിച്ചുമാണ് അങ്ങനെ ഉള്ളത്. അപ്പോ മനുഷ്യൻ എന്ന് പറയുന്ന ഈ കപ്പാസിറ്റിയിൽ ഒരു വിശ്വാസിക്ക് സാധ്യമാകുന്ന വളർച്ച എത്രത്തോളമാണ് എന്ന് ചോദിച്ചാൽ അതിന് പരിധിയില്ല എന്നാണ് പല ആളുകളും അതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോ ഇസ്ലാം എന്ന് നമ്മൾ പറയാറുണ്ട്, ഈമാൻ എന്ന് പറയാറുണ്ട്. ഇസ്ലാം കയ്യിലുള്ളത് കൊണ്ടാണ് നമ്മൾ മുസ്ലിം ആകുന്നത്. ഈമാൻ കയ്യിലുള്ളത് കൊണ്ടാണ് നമ്മൾ മുഅ്മിനാകുന്നത്. പക്ഷെ ഈമാനും ഇസ്ലാമും കയ്യിലുള്ളതോടൊപ്പം തന്നെ, അതായത് മുസ്ലിമും മുഅ്മിനും ആകുന്നതോടൊപ്പം തന്നെ നമ്മൾ മുത്തഖിയാകാനാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. മുത്തഖി, അതായത് തുഖ, അതല്ലെങ്കിൽ തഖിയ്യ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിച കയ്യിലുണ്ടാവുക, അതല്ലെങ്കിൽ ഒരു സൂക്ഷ്മത ഉണ്ടാവുക, എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ ധാരണയുണ്ടാവുക, വളരെ കോഷ്യസ് ആവുക എന്നുള്ളതാണ് അതിന്റെ ഒരു മുത്തഖി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. പക്ഷെ മുത്തഖിക്കും വേറെ സമാനമായ പദങ്ങൾ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. മുഹ്സിൻ എന്ന് പറയുന്ന വേറൊരു പദമുണ്ട്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയ ഒരാൾ എന്നാണ്. അതായത് മുത്തഖിയുടെയും കൂടി മേലെയാണ് മുഹ്സിൻ ഉള്ളത് എന്നൊക്കെ ചില മുഫസ്സിറുകൾ പറയാറുണ്ട്. കാരണം ഏറ്റവും പ്രൊഫഷണലായി കാര്യം ചെയ്യുന്ന ആൾ, ഏറ്റവും തികവിൽ, ഏറ്റവും മികവിൽ, എല്ലാ പൂർണ്ണതയിലും കാര്യം ചെയ്യുന്ന ഒരാൾ, ഹീസ് മുഹ്സിൻ. ആൾ അത്ര പ്രൊഫഷണൽ ആണ്. അറബി ഭാഷയിൽ മുത്തഖിൻ എന്നാണ് മുഹ്സിൻ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് അത്രമേൽ പൂർണ്ണത അയാൾ തേടുന്നു. ഇപ്പൊ മുസ്ലിമാണ്, മുഅ്മിനാണ്, മുത്തഖിയാണ്, മുഹ്സിനാണ്. അവിടെയും കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. ആ യാത്ര ഇങ്ങനെ 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 പോയിട്ടാണ് ഒരാള് വലിയാകുന്നത് എന്നാണ്. വലിയ അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ ഹും യത്തഖൂൻ എന്നൊക്കെ ഖുർആനിൽ കാണാൻ സാധിക്കും. ഒരു ദുഃഖവും ഒരു വ്യഥയുമില്ലാത്ത, നാളെ മലക്കുകൾ പറയുന്നുണ്ടല്ലോ, നഹ്നു ഔലിയാഉക്കും ഫിദ്ദുനിയ വൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും. അതായത് മലക്കുകൾ അവരുടെ വലിയായി തീരും, അവർ അള്ളാഹുവിന്റെ വലിയായി തീരും. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യന് സഞ്ചരിച്ച് സഞ്ചരിച്ച് എവിടെ എത്താൻ പറ്റുന്നു എന്ന് ചോദിച്ചാല് അത് നാളെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാലും അള്ളാഹു അവരോട് സംസാരിക്കുന്നതാണ്. അള്ളാഹു അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ സ്വർഗം കിട്ടി, സ്വർഗത്തിലെത്തി വിശ്വാസിയോടാ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ സ്വർഗം കിട്ടി. പക്ഷെ സ്വർഗം കിട്ടിയ നിങ്ങളോട് ഞാൻ ഇതാ നിങ്ങൾക്ക് വീണ്ടും ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ സ്വർഗവാസികൾ ചോദിക്കും, എന്താണ് അങ്ങനെ ഒരു ഗിഫ്റ്റ്? അള്ള പറയാണ്, എന്റെ റിളുവാൻ, എന്റെ തൃപ്തി നിങ്ങൾക്ക് ഇതാ ലഭിക്കാൻ പോകുന്നു. എന്റെ തൃപ്തി, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡിനേക്കാൾ, നിങ്ങൾക്ക് കിട്ടുന്ന വേജിനേക്കാൾ, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയേക്കാൾ, നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ഒരു ഓണറേറിയത്തെക്കാൾ പ്രധാനപ്പെട്ട സംഗതിയാണ് പടച്ചവന്റെ തൃപ്തിയാണ് ഏറ്റവും അവസാനം കിട്ടുന്നത് ഒരു മനുഷ്യന്. നമ്മളെ കുറിച്ച് ഒരാള്, അത് ഏത് എംപ്ലോയർ ബന്ധമായാലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായാലും, നമ്മൾ ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധമായാലും, ആ ബന്ധത്തില് ഒരു പരിക്കും അതുപോലെ തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാന്നുള്ളത് മാത്രമല്ലല്ലോ, വളരെ തൃപ്തികരമാണ് ആ ബന്ധം. ആ തൃപ്തിയിലാണ് രണ്ടുപേരും അതിന്റെ ഒരു സുഖം അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ബന്ധത്തെയാണ് യഥാർത്ഥത്തിൽ തർബിയത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ നമുക്ക് നേടിത്തരേണ്ടത് എന്നാണ് അതിന്റെ ഒരു ആമുഖമായിട്ട്, അതിന്റെ ഒരു പ്രയോജനമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. രണ്ടാമതായി, ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിലാണ്? നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ആദ്യം ആലോചിക്കുക. ഇസ്ലാം പറയുന്നത് കുറെ കാര്യം ചെയ്യലല്ല. തഖ്വ എന്ന് പറഞ്ഞാല് അമല് ചെയ്യലല്ല, യഥാർത്ഥത്തിൽ കുറെ അമലുകൾ ചെയ്യാതിരിക്കലാണ്. അമലുകൾ ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാമിൽ പ്രധാനപ്പെട്ടത്
നിങ്ങളുടെ ജീവിതത്തിൽ ചിലതില്ല എന്ന് ഉറപ്പുവരുത്തലാണ്. ദാനധർമ്മം നടത്തൽ രണ്ടാമതാണ്. നിങ്ങളുടെ കയ്യിൽ ഹറാമായ സമ്പാദ്യം ഇല്ലെന്ന് ഉറപ്പുവരുത്തലാണ് ആദ്യം. ഹലാലായ സമ്പാദ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ദാനധർമ്മത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നത്. അപ്പൊ അതായത് ഇന്നതില്ല, ഇന്ന കാര്യങ്ങൾ എന്നിലില്ല, ശിർക്ക് ഞാൻ ചെയ്യുന്നില്ല, അപ്പോഴാണ് ലാ ഇലാഹ, അതില്ല, എന്തല്ലാതെ ഇല്ലല്ലാ. അതുപോലെ തന്നെ എന്നിൽ അശുദ്ധിയില്ല, ഞാൻ ശുദ്ധിയിലേക്ക് വരുന്നു. എന്നിൽ അശ്രദ്ധയില്ല, ഞാൻ ശ്രദ്ധയിലേക്ക് വരുന്നു. അതാണ് നിസ്കാരം. എനിക്ക് ഈ ഭക്ഷണത്തോടോ ഈ ലോകത്തുള്ള വിഭവങ്ങളോടൊക്കെ എനിക്ക് അള്ളാഹ് അനുവദിച്ചതാണെന്നുണ്ടെങ്കിൽ അള്ളാഹ് പറഞ്ഞാൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ അറിയാം. അതാണ് ശരിക്കും റമദാൻ അള്ളാഹ് അനുവദനീയമാക്കിയ ഫുഡാണല്ലോ, അള്ളാഹ് അനുവദനീയമാക്കിയ വെള്ളമാണല്ലോ, അള്ളാഹ് അനുവദനീയമാക്കിയ കാര്യമാണല്ലോ. നമ്മൾ ഒരു നിശ്ചിത സമയത്തുമ്പോ പറ്റൂല, അതിൽ പാടില്ലാത്ത സംഗതികൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇപ്പൊ ഇഹ്റാം എങ്ങനെയാണ്? ഇഹ്റാം നമുക്ക് പാടില്ലാത്ത സംഗതികളെ ശ്രദ്ധാപൂർവം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെയാണ് ഇഹ്റാം. ഹറാമാക്കൽ എന്നാണല്ലോ ശരിക്കും. ഇപ്പൊ നമസ്കരിക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാമാണ് ആദ്യം. നമസ്കാരത്തിൽ ചെയ്യുക, കുറെ സൂറത്ത് ഓതുക, പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ ആദ്യം ചെയ്യുന്നത് തക്ബീറത്തുൽ ഇഹ്റാം, ഹറാമിന്റെ തക്ബീർ എന്ന ശരിക്കും അതിനർത്ഥം. ഇഹ്റാമിന്റെ തക്ബീർ. അതുവരേക്കും എനിക്ക് ഹലാലായ സംഗതികൾ ഇതാ ഇനി ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് ഹറാമാകുന്നു. അപ്പൊ ഇതാണ് വളരെ പ്രധാനപ്പെട്ട. ഇപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫസ്തമിഉ ലഹു വഅൻസിതു, നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു. അപ്പൊ അതുവരേക്കുമുള്ള കാര്യങ്ങൾ ചിലത് ചെയ്യാതിരിക്കുന്നു, പിന്നീട് നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇസ്ലാമികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഫർളുകൾ ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ മൂബിഖാത്തുകളിൽ നിന്ന്, വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളത് തന്നെ അയാളുടെ വിജയത്തിന് കാരണമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ പിന്നെ വലിയ വൻപാപങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ പിന്നീട് മുഅ്മിനും മുസ്ലിമും ആയ അവസ്ഥയിൽ നിന്ന് മുത്തഖിയാകാൻ, സൂക്ഷ്മതയുള്ള ഒരാളാകാൻ അയാള് കാര്യമായി ആലോചിക്കേണ്ടി വരിക എന്തായിരിക്കും? അയാളുടെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ചെറിയ കാര്യങ്ങൾ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ശരിക്കും ഇസ്ലാമിലെ വലിയ കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ ഇബ്ലീസിന്റെ വിഷയം, ഇബ്ലീസ് വ്യഭിചരിച്ചായിട്ടോ, ഇബ്ലീസ് കൊലപാതകം നടത്തിയതായിട്ടോ, ഇബ്ലീസ് പലിശ ഇടപാട് നടത്തിയതായിട്ടൊന്നും ഖുറാനിൽ കാണാൻ സാധിക്കില്ല. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അഹങ്കാരമായിരുന്നു. അബാ വസ്തക്ബറ, വിസമ്മതിക്കലും അതുപോലെ തന്നെ വലിയവനെന്ന് തോന്നലുമാണ്. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഖുർആൻ പറയുന്നത് അനുസരിച്ച് ലോകത്തെ മനുഷ്യരുടെയൊക്കെ തന്നെ പ്രശ്നം. ഇന്നിപ്പോ നമ്മള് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. ലോകത്ത് ഇന്നിപ്പോ കാണുന്ന രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ ഒക്കെ പ്രശ്നം എന്താ? വസ്തക്ബറ, ഏറ്റവും വലുത് അവരാണെന്ന് അവർക്ക് തോന്നുന്നു. കല്ല ഇന്നൽ ഇൻസാന ലയത്തുക ഹുസ്തഗ്ന, എന്റെ കാര്യം ഞങ്ങളാണ് ഈ കാര്യമൊക്കെ ചെയ്യാന്ന് ഒരാൾക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം തക്കബുർ, ഇസ്തിക്ബാർ, വലുപ്പം തോന്നുക. അതായത് മനുഷ്യൻ നിസാരനാണ് യഥാർത്ഥത്തിൽ. പക്ഷെ നിസാരനായ മനുഷ്യൻ അവന് ഒരു ഘട്ടം കഴിയുമ്പോൾ, ഞാൻ ചെറുപ്പത്തിൽ ഉമ്മ, പാപ്പ, അതുപോലെ തന്നെ സമൂഹം, ഒരു 10-12 വയസ്സ് വരെ അവനെ അങ്ങനെ നോക്കേണ്ടുന്ന ജീവി മനുഷ്യനേ ഉള്ളൂ. അങ്ങനെ ആക്കിയിട്ട് ഒരു ഘട്ടത്തിൽ കഴിയുമ്പോൾ പിന്നെ മനുഷ്യർക്ക് തോന്നുന്നു എന്റെ കാര്യം ഞാൻ, അതല്ലെങ്കിൽ ഞാൻ തന്നെ മതിയല്ലോ എനിക്ക് എന്ന് തോന്നുന്നു. അപ്പൊ അതാണ് ഇസ്തിക്ബാർ, ഞാൻ വലുതെന്ന് തോന്നുന്നു. ഒപ്പം വിസമ്മതങ്ങൾ വരുന്നു. അതായത് എന്താണ്, ഞാൻ വേറൊന്നിനും ഒബ്ലൈസ്ഡ് അല്ല, ഞാൻ അതിനൊന്നും എന്താണ്, ഐ എം നോട്ട് സപ്പോസ് ടു ഡു സോ ആൻഡ് സോൺ, ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടവനല്ല, പാലിക്കേണ്ടവനല്ല എന്നൊരാൾക്ക് തോന്നുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇയാളുടെ തക്കബുർ എന്ന് പറയുന്നത്, വലുപ്പം തോന്നൽ. ഇപ്പൊ ഒരാൾക്ക് വൻപാപങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ വൻപാപങ്ങളിലേക്ക് പോലും ഒരാൾ എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം തോന്നലുകളാണ്. മറ്റൊന്ന് ഇബ്ലീസിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഹസദാണ്. ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയാണ്. അപ്പൊ അസൂയ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാല്, എന്തിനെ കുറിച്ചാണ് അസൂയ? ഒരു മനുഷ്യന്റെ പിന്നാലെ ഇങ്ങനെ കൂടുന്നതിനെ കുറിച്ച്. അള്ളാഹ് നമുക്ക് ഈ ലോകത്ത് നമ്മളെ ജനിപ്പിച്ചത് എവിടെയാണ് ജനിപ്പിച്ചത്? ഏത് ഉമ്മാക്കാണ് ജനിപ്പിച്ചത്? ഏത് വാപ്പാക്കാണ് ജനിപ്പിച്ചത്?
ഏത് നാട്ടിലാണ് ജനിപ്പിച്ചത്, ഏത് ദാരിദ്ര്യത്തിലാണ് ജനിപ്പിച്ചത്, എന്ത് അവസ്ഥയിലാണ് ജനിപ്പിച്ചത്, എത്ര സമ്പത്താണ് നമുക്ക് തന്നത്. ഈ ലോകത്ത് അള്ളാഹ് തന്നതിൽ നമ്മൾ തൃപ്തിപ്പെടുന്നു എന്നുള്ളതാണ് അസൂയയുടെ ഇപ്പുറത്തെ അവസ്ഥ. അത് അസൂയ ഇല്ലാതിരിക്കുന്നു. അസൂയാലും യഥാർത്ഥത്തിൽ പടച്ചവനോടാണ് അതൃപ്തി രേഖപ്പെടുത്തുന്നത്. പടച്ചവൻ എനിക്ക് തന്നത് പോരാ, അതല്ലെങ്കിൽ മറ്റവന് കിട്ടിയത് കൂടിപ്പോയി. അപ്പോ ഇത് ഇബ്ലീസിന്റെ പ്രശ്നമാണ്. ഇബ്ലീസ് പറഞ്ഞത് അങ്ങനെയാണ്. അതായത് ആദം ആദമിന് എന്താണ് അത് കൊടുത്തത്? എനിക്കല്ലേ അതിനേക്കാളും സ്ഥാനം വേണ്ടത്. ശരിക്കും ഇബ്ലീസും ആദമും തമ്മിലുള്ള ചരിത്രത്തിൽ ഉള്ള കാര്യങ്ങൾ മനുഷ്യനിൽ ആവർത്തിക്കുന്നത് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി സ്വലാമക്ക് അവസാനത്തെ നുബുവത്ത് കിട്ടുമ്പോൾ ജൂതന്മാരുടെ പ്രശ്നം അതായിരുന്നു, ബനു ഇസ്രായേലിന്റെ പ്രശ്നം അതായിരുന്നു. അവിടെ അല്ലല്ലോ അത് വരേണ്ടത്, ഇവിടെയാണ്. അപ്പൊ ഖുർആൻ ചോദിച്ചു അം യസ്സുദൂന സലാമ ആത്താഹുമുല്ലാഹു മിൻ ഫളലി. ജനങ്ങളോട് അവര് എന്തിനാണ് അസൂയ വെച്ച് പുലർത്തുന്നത്? അള്ളാഹ് കൊടുത്ത ഫളലല്ലേ അത്. അപ്പോൾ മനുഷ്യരുടെ ആത്മീയമായ വളർച്ചയെ നമുക്ക്, അതല്ലെങ്കിൽ പടച്ചവനോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ നമ്മുടെ നിസ്സാരത സമ്മതിക്കുക, വലുപ്പമില്ലാതിരിക്കുക, അള്ളാഹു എന്ത് തന്നോ അതിൽ തൃപ്തിപ്പെടുക. അപ്പൊ അസൂയ ഉണ്ടാവൂല, അതുപോലെ തന്നെ അഹങ്കാരം ഉണ്ടാവൂല, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നിസ്കരിക്കാനൊക്കെ സുഖമായിരിക്കും. ഈ കാര്യം സൂയയും തലക്കനും ഇല്ലാത്ത വലിപ്പവും ഇല്ലാത്ത ആൾ നിസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് സ്വാഭാവികമായിട്ടും ആ നോമ്പിന് സ്വാഭാവികമായും അയാൾ കൊടുക്കുന്ന സക്കാത്തിനും ഒക്കെ അതിന്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി, അയാളുടെ കൊടുക്കലിൽ തന്നെ ഒരു അഹങ്കാരം ഉണ്ടാവും, ആ നമസ്കാരത്തിൽ തന്നെ ഒരു അഹങ്കാരം ഉണ്ടാവും, അയാൾ ചെയ്യുന്ന ഹജ്ജിൽ തന്നെ ഒരു അഹങ്കാരം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ കർമ്മങ്ങളെയും ബ്യൂട്ടി ഉറപ്പുവരുത്തുന്നത് ഇഖ്ലാസു നിയ്യ, പടച്ചവന് ഇഖ്ലാസ് ആണ് എന്നുള്ളത്. ഇഖ്ലാസിന്റെ ഇപ്പുറത്തെ ഭാഗമാണ് തക്കബ്ബുറും അതുപോലെ തന്നെ, അതായത് അസൂയയും ഒക്കെ ഇപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നത്. ഇഖ്ലാസിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് ആളുകളെ കാണിക്കുക എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ, റിയ അതിന്റെ ഒരു സബ് കാറ്റഗറി ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇതാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള നമ്മളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഈ ലോകത്ത് നേരത്തെ പറഞ്ഞ പെർഫെക്റ്റ് ആയ ഒരു അവസ്ഥയിലേക്ക് എഹ്സാൻ, എഹ്സാൻ എന്ന് പറയുമ്പോൾ കുറെ കൂടി അതിന് മേലത്തൊരു അവസ്ഥയാണ്. ആ പെർഫെക്ഷനിലേക്ക് എത്തണം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും മുസ്ലിം ഉമ്മത്ത് പെർഫെക്റ്റ് ആകണം എന്നുള്ള നമ്മളുടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ തർബിയത്ത് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഈ ഒരു ഇന്റലക്ച്വൽ തർബിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്റലക്ച്വൽ തർബിയത്ത്, ഒരാൾ കേവലമായ ഒരു മുസ്ലിമോ മുഅ്മിനോ ആകുന്നതിനേക്കാൾ, ഒരാൾ മാലിക് ബിൻ നബി ഒക്കെ പറയുന്നുണ്ട്, ഒരു നാഗരികനായ മുസ്ലിം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ UK-യിലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി പലയിടങ്ങളിൽ പോയി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് നിങ്ങൾക്കുള്ള ഒരു പ്രൊഫഷനിൽ നിങ്ങൾ പ്രൊഫഷണൽ തന്നെയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ മുഹ്സിനാവുന്നത്. പക്ഷെ അത് ഇസ്ലാമികമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് കൂടി, നിങ്ങൾ വലിയ മുഫസ്സിർ ആവണമെന്നോ പണ്ഡിതനാവണമെന്നോ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങളുള്ള ഫീൽഡിൽ ആ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൽമ നിങ്ങൾക്ക് വേണം. ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർക്ക് ഇസ്ലാമിനെയാണ് അയാൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ടെക്കി ആണെങ്കിൽ അയാൾ ഇസ്ലാമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഇസ്ലാമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എഹ്സാനാണ്. അത് അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് പടച്ചവന് വേണ്ടി ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ അയാളോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, സമൂഹത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അയാൾ ഞാൻ ഏറ്റവും മികച്ച ഒരാളാവുക, ഞാൻ മത്സരിക്കുന്ന എന്നോടാണ്. ഏറ്റവും വലിയ മത്സരം മറ്റുള്ളവരോടോ കൂടെയുള്ളവരോടോ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ അഹങ്കാരവും അസൂയൊക്കെ വരും. പക്ഷെ അയാൾ അയാളോട് മത്സരിക്കുമ്പോൾ ഖുറാനിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് സാബിഖൂ, മറ്റൊന്ന് സാരിഉ. സാരിഉ എന്ന് പറഞ്ഞാൽ ഉള്ളതിന്റെ വേഗത അങ്ങോട്ട് കൂട്ടിയാൽ മതി. സാബിഖു എന്ന് പറഞ്ഞാൽ എത്രയോ പേർ നിങ്ങൾക്ക് മുന്നിൽ പോയവരുണ്ട്, മുൻഗാമികളായ ആളുകളുണ്ട്. എത്രയോ പേർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് പടച്ചവന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടിയവരുണ്ട്. സാബിഖു, നിങ്ങൾ ഒരു മത്സരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നന്മയിലാകട്ടെ മത്സരം. വിദാലിക ഫല്യതനാഫസിൽ മുത്തനാഫിസൂൻ, സ്വർഗം കരസ്ഥമാക്കുന്നതിന്റെ അവസ്ഥയിലാകട്ടെ നിങ്ങളുടെ മത്സരങ്ങൾ.
നരകത്തിന് വേണ്ടിയുള്ളതാകാതിരിക്കട്ടെ, ദുനിയാവിന് വേണ്ടിയുള്ളതാകാതിരിക്കട്ടെ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ച് അതിനുകൂടി കൂലി നമുക്ക് നേടാൻ സാധിക്കും. ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ അതാണ്. അല്ലാതെ നമ്മുടെ നോമ്പ് നിസ്കാരവും മാത്രമല്ല അവിടെ. അതുകൊണ്ടാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ ഇതിന്റെ ഈ തർബിയത്ത് വിശദീകരിക്കാനുള്ള കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മള് ഈ നമുക്കുണ്ടാവുന്ന ഒരു ഒരു പഠനത്തിന്റെ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്റലക്ച്വൽ എക്സസൈസിന്റെ നമുക്ക് സാധ്യമാകാവുന്ന ഒരു മാക്സിമത്തിലാണോ നമ്മൾ ഉള്ളത് എന്നാലോചിച്ചാൽ പലർക്കും പല ഉത്തരമായിരിക്കും. പ്രത്യേകിച്ചും നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരേപോലെ കൊടുത്തിട്ടുള്ളത് ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും. അതായത് ഒരാളുടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ തർബിയത്താണ്. റബ്ബായു റബ്ബി എന്ന് പറഞ്ഞാൽ വളർത്തലാണ്. ഈ വളർത്തലിന്റെ കാര്യത്തില് അള്ളാഹ് ഒരാള് ദരിദ്രനാകാം, ധനികനാകാം, തൊഴിലാളിയാകാം, മുതലാളിയാകാം, ബിസിനസ്സുകാരനാകാം, പക്ഷെ എല്ലാവർക്കും ഒരേപോലെ പടച്ചോൻ ഈ ലോകത്ത് കൊടുത്തിട്ടുള്ള ഒന്നേ ഉള്ളൂ. അത് അയാളുടെ അയാളുടെ സമയമാണ്. ഈ സമയത്തെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതിലും മുഹ്സിനാകണം. ഏറ്റവും നല്ല ഇഹ്സാനോട് കൂടി അയാൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. അപ്പൊ സമയം ശരിക്കും 5 നേരത്തെ നിസ്കാരം ശരിക്കും 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് രചനകളുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ഇത് നിങ്ങളുടെ സമയത്തെ നീയാണ് നിയന്ത്രിക്കുന്നത്. ഒരു ദിവസത്തെ 5 ഭാഗിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സമയങ്ങളെ പല രീതിയിൽ ലോകത്ത് മനുഷ്യര് വേർതിരിക്കുന്നുണ്ട്. ഇപ്പോ 6-6-6-6 എന്ന് വേർതിരിക്കുന്നവരുണ്ട്. ഒരു 24 മണിക്കൂറിനെ അങ്ങനെ ആക്കി വേർതിരിക്കുന്നവരുണ്ട്. അതിന്റെ ഒരു സെഗ്മെന്റ് അതല്ലെങ്കിൽ സെഗ്രിഗേഷൻ. 8-8-8 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ വിനോദം, ഇങ്ങനെയൊക്കെ കാണുന്നവരുണ്ട്. അപ്പോ ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ ഈ സമയങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നതിന് തെറ്റല്ല. പക്ഷെ 5 നേരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മളെ ബോധപൂർവം കൊണ്ടെത്തിക്കുകയും അതിന്റെ തുടക്കം വെക്കുന്നത് ഫജ്റിനാവുകയും ചെയ്യുന്നു. എക്സെപ്ഷണൽ കേസുകൾക്കൊഴികെ അതല്ലെങ്കിൽ അങ്ങനെയുള്ള അപവാദം എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻസ്, ഇതിനൊഴികെ രാവിലെ ഫജ്ർ എന്ന് പറയുന്ന ഒരു സമയം, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, ഫജ്ർ ഫജ്റിന്റെ ഖുർആൻ, അതായത് ഖുർആൻ ഓതുന്ന സമയത്തെ കുറിച്ച് പോലും ആണ് എന്ന് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫജ്റിന്റെ ഖുർആൻ അതല്ലെങ്കിൽ പ്രഭാത സമയത്തെ നിങ്ങളുടെ അള്ളാഹുവിലേക്കുള്ള അടുപ്പം, ഫഖ്റഉ മാ തയസ്സറ മിൻ, അതല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിങ്ങൾ പടച്ചവനിലേക്ക് അടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലും വന്ന സൂചനകൾ. അപ്പൊ ആ ഒരു പ്രഭാത സമയത്തിന് ശരിക്കും ഒരാളുടെ ആത്മീയ യാത്രയുമായി ബന്ധപ്പെട്ട്, ഇഹ്സാനുമായി ബന്ധപ്പെട്ട്, ശരിക്കും ഒരു തർബിയത്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. കാരണം ജീവിതത്തിന്റെ ഒരു ബാക്കിയുള്ള സമയങ്ങളിലേക്ക് പോയാല് അയാൾക്ക് അയാളെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം, അയാൾക്ക് അയാളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം കുറഞ്ഞു പോകും. നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. നമ്മൾ ജീവിതത്തിന്റെ ഒരു തിരക്കിലേക്ക് ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുറിച്ച് ആലോചിക്കാനല്ല, വേറെ കുറെ തിരക്കുകളിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പൊ അയാൾക്ക് അയാളെ കുറിച്ച് ആലോചിക്കാൻ ഏറ്റവും മികച്ച സമയം ഫജറിന്റെ സമയമാണ്. അതിന് മുമ്പുള്ള ചിലപ്പോൾ 10 മിനിറ്റ് മുമ്പാകാം, അരമണിക്കൂർ മുമ്പാകാം. സ്വഹാബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അതിന് 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മളതിൽ ഒരു ചെറിയൊരു തുടക്കം നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ റമദാൻ വരുന്നതിന് മുമ്പ് ഷഅബാനുള്ളത്. ഷഅബാൻ ആണ് ശരിക്കും ട്രെയിനിങ് പീരീഡ്. റമദാൻ എന്നുള്ളത് ഗെയിമാണ്. റമദാനിൽ പോയിട്ട് വാമപ്പ് ചെയ്യരുത്. വാമപ്പ് ശരിക്കും ഇവിടെ നടക്കണം, ഈ ഷഅബാനിൽ നടക്കണം. എന്നിട്ട് റമദാനിൽ പോയിട്ട് ഗെയിം കളിക്കണം. അല്ലെങ്കിൽ റമദാനിലെ ഗെയിം തോൽക്കും. പലർക്കും റമദാനിൽ റമദാൻ അവസാനമാകുമ്പോഴേക്കും തന്നെ പലരുടെയും വാമപ്പ് തന്നെ എത്തൂല. അതുകൊണ്ട് തന്നെ ഗെയിം പരാജയപ്പെട്ടു പോകലാണ് പലർക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് സുബഹ്ക്ക് മുമ്പുള്ള സമയം, ഒപ്പം തന്നെ ആ സമയത്ത് ഖുർആൻ പാരായണം, അതിന് മുമ്പുള്ള ഒരു 2 റക്അത്തെ നമസ്കാരം. ഇനി സുബഹ് നമസ്കാരത്തിന് ശേഷം തന്നെയുള്ള നമ്മുടെ ഫിസിക്കൽ
ഫിറ്റ്നസ്സുമായി ബന്ധപ്പെടുത്തി ശാരീരിക തർബീയത്ത്, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇന്റലക്ച്വൽ പുതിയ നമ്മളുടെ ഒഴിഞ്ഞിരിക്കുന്ന നമ്മളുടെ ഒരു പുതിയ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഇപ്പൊ ഖുർആൻ പഠനം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ വായന തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ തന്നെ ഫീഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണമല്ലോ, നമ്മളെ വളർത്തുക എന്നുള്ളതായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓഫീസ് വർക്ക് മറ്റ് സംഗതികൾ ഇതിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൽ പലതും നമ്മൾ നടത്തുന്ന ഉപജീവനങ്ങളാണ്, നമ്മുടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ട സാധനമാണ് കൂടുതലും നമുക്ക് നമ്മുടെ ഓഫീസ് ടൈമിന്റെ സമയത്ത് വരാനുള്ളത്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ഇന്റലക്ച്വൽ, ഫിസിക്കൽ, സ്പിരിച്വൽ ഗ്രോത്തിന് രാവിലത്തെ ഒരു 1.5 മണിക്കൂർ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു സാധാരണ മുസ്ലിമിനേക്കാൾ, സാധാരണ മുഅ്മിനേക്കാൾ മുത്തഖിയും മുഹ്സിനുമായി മാറാനുള്ള സാധ്യത ഇവർക്കാണ്. അത് ഫജ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോ ഇസ്ലാമില് അറബി ഭാഷയിൽ തന്നെ 24 മണിക്കൂറിന് 24 പേരുണ്ട്. ഇപ്പോ രാത്രിയുടെ അവസാനത്തെ മണിക്കൂർ 12ാമത്തെ മണിക്കൂറാണ് ശരിക്കും സ്വബാഹ്. അതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറാണ് 11ാമത്തെ മണിക്കൂറാണ് സുബ്ഹ്. അതിന്റെ തൊട്ട് മുമ്പുള്ള 10ാമത്തെ മണിക്കൂറാണ് ഫജ്ർ. അതിനു മുമ്പുള്ള മണിക്കൂറാണ് സഹർ. സഹർ നമ്മൾ അത്താഴത്തിന്റെ സമയം എന്നൊക്കെ പറയില്ലേ. രാവിലത്തെ ആദ്യത്തെ മണിക്കൂറാണ് ഷുറൂക്ക്, ഉദയം. അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ബുക്കൂർ. അള്ളാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, എന്റെ ഉമ്മത്തിന് അവരുടെ ബുക്കൂറിൽ. അപ്പോ ആ 6 മണിക്കൂർ തന്നെ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഒരു ഓഫീസ് ടൈം തുടങ്ങുന്നതിന് മുമ്പുള്ള 6 മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും വൈസ്ലി ആരാണോ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അയാളുടെ ഇന്റലക്ച്വൽ, സ്പിരിച്വൽ, ഫിസിക്കൽ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഒക്കെ ആയിട്ടുള്ള വളർച്ചയിൽ ഇതിന് ചെറുതല്ലാത്തൊരു പങ്ക് വഹിക്കാനുണ്ടാകും. ഇത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ രാത്രി എന്തോ ഒരു 3 മണിക്ക് വന്ന് കിടന്നുറങ്ങിയ ആ ദിവസമുള്ള ഒഴിവിനെ കുറിച്ചും നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരെ കുറിച്ചൊന്നും അല്ല കേട്ടോ പറയുന്നത്. സാധാരണഗതിയിൽ വജാലിന നഹാറ മഹാഷ, വജാലിന നൗമക്കും സുബാത്ത, വജാലിന ലൈല ലിബാസ എന്നൊക്കെ ഖുറാൻ പറയുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു തിയറി കൂടിയാണ്. ഇനി നമ്മുടെ വായനകൾ, ഇപ്പോ രാവിലെ തന്നെ ആവണമെന്നൊന്നുമില്ല, പക്ഷെ അത് തന്നെയും നമ്മുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യന് ഇസ്ലാമിനെ, സയ്യിദ് മൗദൂദി ഖുത്തുബാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം, അത് പുസ്തക രൂപത്തിൽ നമുക്ക് അറിയാം, നിങ്ങളുടെ കയ്യിലുണ്ടാവും. പ്രൊഫസർ റുഷീദ് സാഹിബാണ് അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ മൗദൂദ് സാഹിബ് അതിൽ പറയുന്ന ആദ്യത്തെ അധ്യായം ഏതാണ് എന്ന് ചോദിച്ചാൽ, മുസ്ലിം ആകുവാൻ അറിവിന്റെ ആവശ്യകത എന്നാണ്. അപ്പൊ മുസ്ലിം ആകുവാനുള്ള അറിവിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു അറിവാണ്, നിസ്കാര അറിവാണ്, നോമ്പ് അറിവാണ്, ഹജ്ജ് അറിവാണ്, ജിഹാദ് അറിവാണ്, ദഅവത്ത് അറിവാണ്. ഈ അറിവ് നമുക്ക് പുതിയ കാലത്ത് അറിവിന്റെ വ്യത്യസ്ത മാനിഫെസ്റ്റേഷനിലുള്ള കാലമാണ്. ആ സമയത്ത് നമ്മുടെ വായന, നമ്മുടെ ആലോചന, ഇതൊക്കെ ഇസ്ലാമിന് ആവശ്യമുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. അതിലും നമുക്ക് കുറെ കൂടി പലതരത്തിലുള്ള വായനകൾ ഉണ്ടെന്നാണ്. ഒന്ന് അൽ ഖിറാ അൽ ഇസ്തിക്ഷാഫിയ, അങ്ങനെ ഗവേഷണാത്മകമായ വായന, ചിലത് തേടിപ്പിടിച്ച് പരന്ന് അതിന്റെ റെഫറൻസ് ഒക്കെ തേടിപ്പോകൽ, അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മതിയാവും ചിലപ്പോ. പക്ഷെ അൽ ഖിറാത്തുൽ ബഹ്സിയ, ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കുക. അതുപോലെ തന്നെ അൽ ഖിറാ അൽ തർഫീഹിയ, വിനോദ വായനകൾ, ഇപ്പൊ നോവല് വായിക്കുക, അതുപോലെ തന്നെ കവിതകൾ വായിക്കുക, കഥകൾ വായിക്കുക, അങ്ങനെ ലൈറ്റ് റീഡിങ്ങുകൾ ഉണ്ടാവും, അതൊക്കെ വേണം. ഇതൊക്കെ നമ്മുടെ ആഫ്റ്റർ ഓൾ അത് സെർവ് ചെയ്യുന്നത് നമുക്ക് ജനങ്ങളുമായി, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായി ഇസ്ലാം വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഈ ലോകത്ത് നമുക്ക് ഒരാള് നല്ലൊരു മുഅ്മിനാവുക, മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ അയാളുടെ സ്പിരിച്വൽ ഗ്രോത്ത്, ഇന്റലക്ച്വൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ഹൗ വൈസ്ലി ഹി ഇൻവെസ്റ്റ് ഹിസ് ടൈം, എങ്ങനെ അയാളുടെ ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ കയ്യിലുള്ളതൊരു ഐസിന്റെ കോല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മൗദൂദ് സാഹിബ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. അതായത് കയ്യില് ഒരു പോപ്സിക്കിൾ വെച്ചിട്ട്, ഒരു ഐസ് ബാർ വെച്ചിട്ട്, ഫ്രീസർ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു സൺലൈറ്റിന് കീഴിൽ നിന്നിട്ട് അത് വിൽക്കാൻ വേണ്ടി നിന്ന് എങ്ങനെ ഉണ്ടാവും? വിൽപ്പനക്കാരൻ വന്നിട്ടില്ല,
അതെ, വാങ്ങാനുള്ള ഒരാൾ വന്നിട്ടില്ല. കയ്യിലുള്ള ഇതിങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ഈ പോപ്സിക്കിൾ എന്ന് പറയുന്നത് അങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോലൈസ് എന്ന് പറയുമല്ലോ നമ്മൾ, അതിങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജീവിതം. കയ്യിലുള്ള ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇത് പരമാവധി നേരത്തെ നമ്മൾ വേറൊരു സാധനത്തിന് പകരം വിറ്റ്, അത് നമ്മുടെ നമസ്കാരവും നോമ്പും അതുപോലെ തന്നെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളും നമ്മുടെ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സമയം ചെലവഴിക്കലും നമ്മുടെ വായനയും പഠനവും ഇതൊക്കെ ഇത് കണ്ട് കണ്ട് ഇത് തീർന്നു പോകലും നമ്മൾ മരിക്കും. ഇത് തീർന്നു പോകലാണല്ലോ നമ്മുടെ മരണം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ തൃപ്തിയോടുകൂടി അവസാന സമയത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന്റെ പേര് കൂടിയാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പോ നമ്മളിപ്പോ ഹൗ സക്സസ്ഫുൾ ഹി ഈസ് എന്നുള്ളതിന് നമ്മള് പറയുന്ന ആളുകളോട് ചോദിക്കും, സക്സസ്ഫുൾ, നിങ്ങളുടെ സക്സസിന് പിന്നിലുള്ള കാരണം എന്ത്, വിജയ ഘടകം എന്ത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഒരാൾ സക്സസ്ഫുൾ ആകുന്നതിന്റെ യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫമൻ സുഹസിഹ അനിന്നാരി വ ഉദ്ഖിലൽ ജന്നത്ത ഫഖദ് ഫാസ് എന്നാണ്. ആരൊരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുവോ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് സക്സസ്ഫുൾ. അപ്പോ അങ്ങനെ നിങ്ങളെ പ്രാപ്തമാകാത്ത ഒരു ബിസിനസ്സും, അങ്ങനെ നിങ്ങളെ പ്രാപ്തമാക്കാത്ത ഒരു ജോബും, അങ്ങനെ നിങ്ങളെ സഹായിക്കാത്ത ഒരു വീടും, അതിന് നിങ്ങളെ സഹായിക്കാത്ത ഒരു വാപ്പയും ഒരു ഉമ്മയും ഒരു മക്കളും ഒരു കുടുംബവും ഒരു വായനയും ഒരു പഠനവും നിങ്ങളെ സക്സസ്ഫുൾ ആക്കിയിട്ടില്ല. ഉദ്ഖിലൽ ജന്ന, അവസാനം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും നരകത്തിൽ നിന്ന് നിങ്ങളെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അത് ഇവിടെ നിന്നാണ്, ഈ ലോകത്ത് നിന്ന് തന്നെയാണ് നമ്മൾ അത് വെച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോ ആ നിലക്ക് ഇൻഷാ അല്ലാഹ് അതിനെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഇപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഇത് ആർക്കു വേണ്ടി ചെയ്യുന്നു? ആർക്കുമില്ല, അള്ളാഹു കാണുന്നു അല്ലെ. ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നു. ഒരു ചെരുപ്പ് പള്ളിക്ക് പുറത്ത് നമ്മളൊരു ചെരുപ്പ് ഇട്ട് പോയാല് ആ ചെരുപ്പ് സാധാരണ എല്ലാവരും ബാക്കിയുള്ളവരെ ചെരുപ്പുമ്മ ചവിട്ടിയിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടില് അയാളുടെ ചെരുപ്പിലേക്ക് എത്തുക. പക്ഷെ എല്ലാവരുടെ ആഗ്രഹം അവനവന്റെ ചെരുപ്പ് ആരും ചവിട്ടരുത് എന്നാണ്. അപ്പോ ആരുടെ ചെരുപ്പും ചവിട്ടാതെ അയാളുടെ ചെരുപ്പിലേക്ക് അയാൾക്ക് എത്താൻ പറ്റുന്ന ഒരു സൂക്ഷ്മതയുണ്ട്. അതുകൂടിയാണ് ഇഹ്സാൻ. പടച്ചോൻ കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഇഷ്ടപ്പെട്ട് നമ്മൾ ഉപദേശിക്കുകയും അതിൽ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ലോകത്തുള്ള ഈ കാര്യങ്ങളെ കുറിച്ച്, ഹക്കിനെ കുറിച്ച്, സൊബറിനെ കുറിച്ചൊക്കെ, ഇപ്പൊ ഗസയുടെ വർത്തമാനമൊക്കെ നമ്മൾ ശരിക്കും ഹക്കും സൊബറും പരസ്പരം പറയുന്ന വർത്തമാനമാണ്. അത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളലും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന, പ്രത്യേകിച്ചും ഒരുപാട് നല്ല നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം കൂടിയാണിത്. അതിനുള്ള ഒരു വഴിയാകട്ടെ ഈ ഒരു പുതിയ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ലേറ്റഡ് വർക്ക് എന്നുകൂടി ആശിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ ഇതിന്റെ റിലീസിംഗ് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.